ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റ്സിലേക്ക് പോവാം. നാളത്തെ ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോമോ ആണ്. ഫൈറ്റ് ആണ് കേട്ടോ, ശരിക്കും ഫൈറ്റ് ആണ്. കൂട്ടത്തല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാവരും തന്നെ റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത്. ഷാനവാസ് ആയി കഴിഞ്ഞാലും അനുമോൾ ആയി കഴിഞ്ഞാലും ബിന്നി, ലക്ഷ്മി, അനീഷ് എല്ലാവരും തന്നെ നല്ല ഒന്നാന്തരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പ്രോമോ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നീ മാസ് കളിച്ച് ഒരു കള്ളനായി പോയി എന്ന് ഷാനവാസിനെ പറ്റി ജിസേൽ പറയുന്നുണ്ട്. ജിസേൽ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോമിനേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നത് മാസ് കള്ളൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്ബറും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ സംസാരിക്കാൻ വന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഷാനവാസ് ഇടയ്ക്ക് കയറി എന്തോ ഒരു കാര്യം ട്രിഗർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നു മിണ്ടായിരിക്കും, സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഷാനവാസ് പറയുന്ന ഒരു കാര്യം, നിന്നെ പറ്റി പറഞ്ഞപ്പോ നീ ഇവിടെ ഇരുന്ന് കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ എനിക്ക് കൗണ്ടർ അടിച്ചത് എന്നാന്നുള്ള രീതിയിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രശ്നത്തില് ലക്ഷ്മി, ബിന്നി ഒക്കെ ഇടപെടുന്നതാണ്. ബിന്നി ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത്. നോമിനേഷൻ സ്പേസ് അല്ലേ, സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ അനീഷ് ഇതിനകത്ത് ഇടപെടാൻ വന്നതും ലക്ഷ്മി, ബിന്നി, ആദിലാനൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും തന്നെ കൂകി അനീഷിനെ അവിടെ ഇരുത്തുന്നുണ്ട്. അനീഷിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവര് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഇവര് കൂകുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഷാനവാസിന്റെ കേസൊക്കെ വിട്ടേക്കാം, നമുക്കത് നാളെ ലൈവിൽ കണ്ടതിന് ശേഷം സംസാരിക്കാം. അനീഷിന്റെ കേസ് ശരിക്കും വൃത്തികെട്ട പ്രവൃത്തിയാണ് ഇവർ കാണിക്കുന്നത്. ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അയാളെ സംസാരിക്കാൻ അനുവദിക്കാതെ, അയാളുടെ വോയിസിന് ഇത്തിരി പവർ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ വോയിസ് പ്രേക്ഷകർ കുറച്ചുകൂടി നല്ല രീതിയിൽ കേൾക്കും എന്നുള്ളത് കൊണ്ട് അയാളുടെ വായടപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും ഇവർക്കുണ്ടാവാനായിട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവർ ഈ കൂകിയത് കൊണ്ട് വലിയ മാസമാവോ ഒന്നുമില്ല. മാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഷാനവാസ് ലക്ഷ്മിയെ തമ്പുരാട്ടി എന്ന് വിളിക്കുന്നുണ്ട്. തമ്പുരാട്ടിക്കളെയൊക്കെ അവിടെ കൈ തന്നെ വെച്ചിരുന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നാളെ ജയിൽ നോമിനേഷൻ സമയത്ത് അതിഗംഭീരമായ രീതിയിലുള്ള പൊരിഞ്ഞ അടി നടക്കാനായിട്ട് പോവുകയാണെന്നാണ് ഈ ഒരു പ്രോമോയിൽ നിന്നും മനസ്സിലാവുന്നത്. ഇതാണ് ഈ ഒരു പ്രോമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ബാക്കി ലൈവ് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്